വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മലയോര മേഖലയിലടക്കം ശക്തമായ മഴയാണ് ലഭിച്ചത്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. നമുക്ക് ഈ മഴയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. കോഴിക്കോട് നിന്ന് KV രാഹുൽ, മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടെയും മലപ്പുറത്തെയും വിവരങ്ങൾ രാഹുൽ നൽകും. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന് JNS രാജു, തൃശ്ശൂരിൽ നിന്ന് ലിഷോയ്, പാലക്കാട് നിന്ന് ശ്യാം പ്രസാദ് ഉത്തമൻ, എല്ലാവരും റെഡിയാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാഹുൽ, കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ യെല്ലോ അലേർട്ടുണ്ട്. മലയോര മേഖലയിലൊക്കെ വലിയ ജാഗ്രതയുണ്ട്. പ്രത്യേകിച്ച് വയനാട്ടിലെ ഒരു സാഹചര്യം കൂടെ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയാണ് അവിടുത്തെ അവസ്ഥ ആലോചിച്ചിട്ട്. എന്താണ് കോഴിക്കോട്ടെ നിലവിലെ അവസ്ഥ? രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് എന്നത് കേൾക്കുന്നത് തന്നെ ആശ്വാസമാണ്. കാരണം ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു. അതിതീവ്രമായ മഴ മുന്നറിയിപ്പാണ് ഉണ്ടായിരുന്നത്. ശക്തമായ മഴയാണ് ജില്ലയിൽ ഉടനീളം തന്നെ ലഭിക്കുകയും ചെയ്തത്. അതായത് ഇടവേളകളിലാണ് മഴ, തുടർച്ചയായി മഴ പെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ ഇവിടെ കോഴിക്കോട് നഗരത്തിൽ ഒരു മഴ പെയ്ത് തോർന്നതാണ്. അങ്ങനെ ഇടവേളകളിലാണ് പെയ്യുന്നത്. പക്ഷേ പെയ്യുന്ന സമയത്ത് ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. വലിയ കാറ്റൊക്കെ വീശുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ജില്ലയിൽ ഉടനീളം തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇതാ കുറച്ച് സമയം മുൻപ് താമരശ്ശേരി ചുരത്തിൽ ഒരു കാറിന് മുകളിലേക്ക് മരം പൊട്ടി വീണിട്ടുണ്ട്. കാറിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാരമായ പരിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നത് വലിയ ആശ്വാസമാണ്. 6ാം വളവിന് സമീപത്തായാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ മറ്റു യാത്രക്കാരൊക്കെ ചേർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ചുരത്തിൽ ഇപ്പോൾ ഗതാഗത തടസ്സം നേരിടുകയാണ്. മരം വീണതിനെ തുടർന്ന് വാഹനം മാറ്റി മരം മുറിച്ചു നീക്കിയാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നതാണ്. ശ്രീജയ്, മഴ തുടങ്ങിയതിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥലം ചുരം തന്നെയാണ്. ഒപ്പം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കനത്ത മഴ പെയ്യുന്നതിനിടെ 8ാം വളവിന് സമീപത്തായി വിള്ളലും ചുരത്തിൽ രൂപപ്പെട്ടത്. സംരക്ഷണ ഭിത്തിയോട് ചേർന്നാണ്. അതുകൊണ്ട് 8ാം വളവിന് ഈ സമീപത്തായുള്ള സ്ഥലങ്ങളിലൂടെ ഒറ്റ വരിയായി മാത്രമേ വാഹന ഗതാഗതം സാധ്യമാവുകയും ചെയ്യുന്നുള്ളൂ. ഒപ്പം തന്നെ പുലർച്ചെ 2:30 അരീക്കാടിന് സമീപം ദേശീയപാതയിലേക്ക് ഒരു മരം വീണിരുന്നു. അത് അഗ്നിരക്ഷാ സേന ഏതായാലും മുറിച്ചു നീക്കിയിട്ടുണ്ട്. ദേശീയപാതയിൽ ആ സമയത്ത് മറ്റു വാഹനങ്ങളില്ലാത്തതുകൊണ്ട്, യാത്രക്കാരില്ലാത്തതുകൊണ്ട് അപകടം ഒഴിവാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം അവധി നൽകിയിട്ടുണ്ട്. സാധാരണ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പൊതുവെ കൊടുക്കുന്നത് കുറവാണ്. പക്ഷേ മഴയുടെ ശക്തി അത്രത്തോളം ആയതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയാണ് ജില്ലയിൽ അവധി നൽകിയിട്ടുള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ച, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ലാതെ സാധാരണ രീതിയിൽ തന്നെ നടക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ ഖനനത്തിന് പൂർണ്ണമായും തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജലാശയങ്ങളിലേക്കുള്ള പ്രവേശനത്തിനും പൂർണ്ണമായും തന്നെ നിരോധനമുണ്ട്. അപ്പം രാത്രി യാത്ര, ഈ മലയോര മേഖലയിൽ എപ്പോഴും തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ചുരങ്ങളിലേക്കൊക്കെയുള്ള അനാവശ്യ, അതായത് അടിയന്തരമല്ലാത്ത എല്ലാ രാത്രി യാത്രകളും പരമാവധി ഒഴിവാക്കണമെന്നുകൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാലും ഏകദേശം സമാനമായ സ്ഥിതി തന്നെയാണ്. എല്ലായിടത്തും ശക്തമായി തന്നെ മഴ കിട്ടുന്നുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ശ്രീജ, ശരി. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫാണ് ചേരുന്നത്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ഈ പൊതുവെ മധ്യ കേരളത്തിൽ അങ്ങനെ കാര്യമായി മഴ കിട്ടുന്നുണ്ടോ? യെല്ലോ അലേർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കാര്യമായൊരു മഴയുടെ ആശങ്കയുടെ സാഹചര്യം ഉണ്ടോ? ഗുഡ് മോർണിംഗ് ശ്രീജ. മധ്യകേരളത്തിൽ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം. ഇന്നലെയാണെങ്കിലും എല്ലായിടത്തും തന്നെ സാമാന്യം നല്ല തെളിവായിരുന്നു. അതേസമയം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇന്ന് രാവിലെ ചെറിയ മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്കമാലി, അതുപോലെ തന്നെ കോതമംഗലത്തിൻ്റെ ഉൾമേഖലകൾ, കാർഷിക മേഖലയായ കൂത്താട്ടുകുളത്തിൻ്റെ ഉൾപ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. രാത്രിയിൽ വലിയ മഴ കാര്യമായി ഒരിടത്തും പെയ്തില്ല. എറണാകുളം നഗരത്തിൽ നേരിയൊരു തൂളൽ മഴയുണ്ട്. കാലാവസ്ഥ അന്തരീക്ഷം അല്പം മൂടി നിൽക്കുകയാണ്. പക്ഷേ പറയത്തക്ക ഒരു പേടിയുണർത്തുന്ന അല്ലെങ്കിൽ അതിശക്തമായ മഴ നിലവിലില്ല. അതേസമയം ഇന്ന് ഇടവിട്ടിടവിട്ട് സാമാന്യം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ചില പ്രദേശങ്ങളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്.
ഇടയ്ക്ക് ഇടവിട്ട് ശക്തമായ മഴ പെയ്യും. അതുകൊണ്ട് തന്നെ അതിന് തക്ക മുൻകരുതലുകൾ എടുക്കുക എന്നുള്ള നിർദ്ദേശം മാത്രമാണ്. മറ്റ് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ല. ഇതേവരെ ഒരിടത്തും മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മരം ഒടിഞ്ഞു വീഴുകയോ കൃഷിനാശമോ അങ്ങനെ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെയും ഇനിയും നമുക്ക് രാത്രിയിൽ സാമാന്യം ശക്തമായ മഴ പെയ്തിരുന്നു. എന്നാൽ ഈ പോയ രാത്രിയിൽ വലിയ മഴ പെയ്തതുമില്ല. എന്തായിരുന്നാലും നിലവിൽ സാമാന്യം തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് എറണാകുളം നഗരത്തിലുള്ളത്. അതേസമയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സാമാന്യം ശക്തമായ മഴ പെയ്യുന്നുമുണ്ട്. ശരി, അത് ആശ്വാസമാണ്. ഇനി ഇടുക്കിയിലേക്ക് പോകാം നമുക്ക്. ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജു ആണ് ചേരുന്നത്. ജെയിൻ, വയനാട്ടിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഇടുക്കിയെക്കുറിച്ചും അത്തരം ഒരു ആശങ്കയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇടുക്കിയിൽ എന്താണ് അവസ്ഥ? മലയോര മേഖലയിലൊക്കെ മഴ കാര്യമായി ലഭിക്കുന്നുണ്ടോ? ശ്രീജ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ മഴ കുറവാണ്. രാവിലെ ഇതുവരെ മഴ പെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്ന് പറയാനും കഴിയില്ല. ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ശക്തമായ മഴ ഒരു 10 മിനിറ്റ് പെയ്തതിന് ശേഷം മാറും. ആ സമയത്ത് കാറ്റും കൂടി ഉണ്ടാകും. ഇതാണ് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മലയോര മേഖലയിൽ മഴയില്ലെങ്കിൽ പോലും കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. ഒരു 50 കിലോമീറ്ററും 40 കിലോമീറ്ററിനും ഇടയിൽ ശക്തമായിട്ടുള്ള കാറ്റാണ് ആ മേഖലയിൽ വീശുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ മരം ഒടിഞ്ഞു വീണൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്നലെ മരം വീണ് ഒരു തോട്ടം തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം അപകട സാധ്യതയുണ്ട്. ഡാമുകളുടെ കാര്യമെടുത്താൽ ഡാമുകളിലെ ജലനിരപ്പൊക്കെ വളരെ കുറവാണ്. ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിലെ ജലനിരപ്പ് മുൻവർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഇടുക്കി ഡാമിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു 50 അടി വെള്ളം വരെ സംഭരിക്കാൻ കഴിയും റൂൾ കർവ് അനുസരിച്ച്. പക്ഷേ അതിനേക്കാൾ വളരെ കുറവാണ്. 2325 അടി മാത്രമേ ജലനിരപ്പുള്ളൂ. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പും വളരെ താഴെയാണ്. തമിഴ്നാടിൻ്റെ കാർഷിക മേഖലയൊക്കെ ആശങ്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ, വലിയ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊന്നും താഴ്വാരങ്ങളിൽ ഇല്ല എന്ന് തന്നെ പറയാം. ചെറിയ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് നിയന്ത്രിക്കേണ്ടി വരും. പ്രത്യേകിച്ച് കല്ലാർകുട്ടി, പാമ്പ്ള പോലെയുള്ള ചെറിയ ഡാമുകൾ. അത് തുടർച്ചയായി 2-3 ദിവസം മഴ പെയ്താൽ നിറയുന്ന ഡാമുകളാണ്. അത്തരം ഡാമുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരവസ്ഥയുള്ളൂ. ഇതിലേറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട ജോലിക്കിടെയുണ്ടാകുന്ന അപകടങ്ങളാണ്. നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് മരങ്ങൾ ഒടിഞ്ഞു വീണും അതോടൊപ്പം തന്നെ മണ്ണ് ഇടിഞ്ഞു വീണുമുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിന് ഒരു ശക്തമായ മഴയില്ലെങ്കിൽ പോലും അത്തരം അപകടങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് അവിടുത്തെ ഒരു സ്ഥിതി. കാരണം അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് പലയിടത്തും നടന്നിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയിൽ കാര്യമായ ആശങ്കയുണ്ട്, ഭീതിയുണ്ട്. സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വയനാട്ടിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും അത്ര ശുഭകരമായ കാര്യങ്ങളല്ലാത്ത സാഹചര്യത്തിൽ ഈ റോഡ് നിർമ്മാണം നടക്കുന്ന, പ്രത്യേകിച്ച് മണ്ണിടിച്ച് റോഡ് നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഒക്കെ ഇതേ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. MS ലിഷോയ് തൃശ്ശൂരിൽ നിന്ന് ചേർന്നുണ്ട്. ലിഷോയ്, എന്താണ് തൃശ്ശൂരിലെ അവസ്ഥ? തന്നെ ശക്തമായ മഴ രാത്രി സമയങ്ങളിലാണ് ഉണ്ടായിരുന്നത്. പകൽ സമയങ്ങളിൽ മഴയുടെ തോത് തീരെ കുറവാണ്. വെയിലാണ് മിക്ക ദിവസങ്ങളിലും പകൽ സമയങ്ങൾ ഉള്ളത്. അതേസമയം തന്നെ നഗരപ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഈ വെയിൽ മഴ മാറി നിൽക്കുന്നത്. പക്ഷേ തീരദേശ മേഖലയിലും കിഴക്കൻ മേഖലയിലും മഴ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിശക്തമായൊരു മഴ എന്ന് പറയാനായി ഇല്ല. മാത്രമല്ല ജില്ലയിൽ ഡാമുകളുടെ ജലനിരപ്പൊക്കെ തന്നെ വളരെ കുറവ് തന്നെയാണ്. സാധാരണ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഡാമുകളിലെ ജലനിരപ്പ് ഏകദേശം 40% കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ചെറിയ അണക്കെട്ടുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസത്തെ മഴയിൽ നിറഞ്ഞിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ചും പൂമല ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ പൂമല ഡാമിനൊന്നും തന്നെ ഷട്ടറുകൾ തുറന്ന് പുറത്തേക്ക് ജലം ഒഴുക്കിവിടേണ്ട ഒരു രീതിയല്ല ഉള്ളത്. അത് സ്പിൽവേയിലൂടെ വെള്ളം ഒഴുക്കിവിടുകയാണ് ചെയ്യുന്നത്. അത് ഒരുപക്ഷെ ഇന്നും മഴ തുടരുകയാണെങ്കിൽ അങ്ങനെ വെള്ളം ഒഴുക്കിവിടാൻ സാധ്യതയുണ്ട്.
മാത്രമല്ല ഈ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെയും ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിരപ്പള്ളി മേഖലയിൽ ശക്തമായ മഴ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിരപ്പള്ളിക്ക് മുകളിലുള്ള പെരിങ്ങൽകുത്തിന് മുകളിൽ ഉള്ള ഷോളയാർ, അപ്പർ ഷോളയാർ ഡാമുകളിലൊന്നും തന്നെ കാര്യമായ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് നന്നേ കുറവാണ് എന്നുള്ളതാണ്. മാത്രമല്ല ജില്ലയുടെ തീരദേശ മേഖലയിൽ ചിലയിടങ്ങളിൽ കടലേറ്റം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ അത് അത്രത്തോളം രൂക്ഷമായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ കോൾപ്പാടങ്ങൾ കൂടുതലുള്ള ഒരു ജില്ലയായതിനാൽ തന്നെ പലയിടങ്ങളിലും കോൾപ്പാടങ്ങളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ നെടുപുഴ കോൾപ്പാടത്ത് വള്ളം മുങ്ങി, ഒരു മിനി ബോട്ട് മുങ്ങി 2 പേർ മരണപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇടങ്ങളിലേക്കൊക്കെ തന്നെ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള മേഖലകളിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ അത്യാവശ്യമെങ്കിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ ജില്ലയിൽ വലിയ തോതിൽ ഇല്ല. പക്ഷേ അതേസമയം തന്നെ ഇടവിട്ട ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുന്നു, മിന്നൽ ചുഴലി ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസവും മിന്നൽ ചുഴലി ഉണ്ടായി. അതിന് മുമ്പ് ഒരാഴ്ച മുൻപാണ് പൂച്ചെട്ടി മേഖലയിലും മിന്നൽ ചുഴലി ആഞ്ഞു വീശിയത്. അതാണ് ഒരു ആശങ്ക എന്ന് പറയുന്നത്. മഴയോടൊപ്പം തന്നെ വലിയ തോതിൽ കാറ്റ് വീശുന്നു എന്നുള്ള ഒരു ആശങ്കയാണ്. പക്ഷേ അതേസമയം തന്നെ അത് ഏത് രീതിയിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിലോ ഒരു നേരത്തെ ഈ പ്രദേശങ്ങളിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പോ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ട് നിന്ന് ശ്യാമപ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നു. ശ്യാം, പാലക്കാട്ട് എന്താണ് സ്ഥിതി? മഴയുണ്ടോ? ഒരു പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള മേഖലയിലൊക്കെ മഴ കിട്ടുന്നുണ്ടോ? ശ്രീജ, പാലക്കാട് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മഴ ഉണ്ടായിട്ടില്ല. ഇന്നലെയൊക്കെ വളരെ ശക്തമായ മഴയായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ അതിശക്തമായ മഴ തന്നെയായിരുന്നു. നെല്ലിയാമ്പതി മേഖലയിലൊക്കെ വളരെ വലിയ രീതിയിൽ മഴ പെയ്തതിനാൽ തന്നെ വിനോദസഞ്ചാരികളെ അടക്കം വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നെല്ലിയാമ്പതിയിൽ നമുക്കറിയാം, ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണും കല്ലും ഒക്കെ മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് താഴത്തേക്ക് വീഴാറുണ്ട്. ആ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ നെല്ലിയാമ്പതിയിലേക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രം അങ്ങോട്ടേക്കുള്ള ഇത് വളരെ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് വിവിധ മേഖലകളിൽ വലിയ രീതിയിൽ ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ശക്തമായ രീതിയിൽ മഴയുണ്ട്. പലയിടങ്ങളിലും റോഡും പാലവും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ അവസ്ഥയാണ്. ഇന്നലെ പലയിടങ്ങളിലും ആയിട്ട് റോഡുകളും മറ്റുമൊക്കെ പൊട്ടിപ്പൊളിയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഡാമിൽ കാര്യമായ രീതിയിൽ വെള്ളം കയറിയിട്ടില്ല. തെക്കേ മലമ്പുഴയിലൊക്കെ ഈ വിനോദസഞ്ചാരികളുടെ എണ്ണം കാര്യമായ രീതിയിൽ കൂടിയിട്ടുണ്ട്. അവിടെയൊക്കെ പോലീസിൻ്റെയും മറ്റുമൊക്കെ പെട്രോളിങ്ങും കാര്യമായ രീതിയിൽ തന്നെ ഉറപ്പാക്കുന്നുണ്ട്. കാരണം ഈ തെക്കേ മലമ്പുഴ പ്രദേശത്ത് അതിശക്തമായ രീതിയിൽ ഈ വെള്ളച്ചാട്ടം കുത്തിയൊലിച്ച് വരുന്ന ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ വിനോദസഞ്ചാരികളായിട്ടുള്ള യാത്രക്കാരും മറ്റും അവിടെ എത്തി ഇറങ്ങുന്ന ഒരു പതിവുണ്ട്. അവിടെയും മറ്റുമൊക്കെ പോലീസും അതോടൊപ്പം തന്നെ വനംവകുപ്പും രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ഇന്ന് രാവിലെ ഒരു മാനം കറുത്ത് മൂടിക്കെട്ടി തന്നെ നിൽക്കുകയാണ്. പക്ഷേ കാര്യമായ രീതിയിൽ മഴ ഉണ്ടായിട്ടില്ല. ശക്തമായ രീതിയിൽ ഒരു മഴ ലഭിച്ചിട്ടില്ല. പക്ഷേ ഓരോ മണിക്കൂർ ഇടപെട്ടും പെയ്യുന്ന മഴയ്ക്ക് അതികാഠിന്യമുണ്ട്. കാരണം അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഈ മഴ പെയ്യുന്നത്. പക്ഷേ ഈ ഡാമിൽ മറ്റു ഇടങ്ങളിലൊന്നും കാര്യമായ രീതിയിൽ വെള്ളം നിറഞ്ഞ് ഡാം തുറന്നു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ശരി, പാലക്കാട് നിന്ന് ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ കോഴിക്കോടൊക്കെ യെല്ലോ അലർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കാര്യമായൊരു മഴയില്ല. ഇടവിട്ട് ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ബാക്കിയുള്ളിടത്ത് അങ്ങനെ കാര്യമായ മഴ ഇന്ന് രാവിലെ ലഭിക്കുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രയൊക്കെ കഴിയുമെങ്കിൽ ഒഴിവാക്കുക. തീരമേഖലയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. വിനോദസഞ്ചാരം ഒക്കെ ഒന്ന് മാറ്റി നിർത്തേണ്ട ഒരു സമയമാണിത്. കാരണം മഴ ഇടവിട്ട് ശക്തിയായിട്ടാണ് പെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ജാഗ്രതയാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഒഴിവാക്കാൻ കഴിയുന്ന യാത്രകൾ ഒഴിവാക്കുക എന്നതാണ് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുക.